ഓം ശിവായ ശിവശക്തിയേ നമഃ. ശിവായ ശിവശക്തിയേ നമഃ. സ്വാമി സൂര്യ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം പിതൃക്കളെ ഉദ്ദേശിച്ചുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും പിതൃക്കളുടെ അനുഗ്രഹം അനിവാര്യമാണ്. ഓരോ കുടുംബത്തിലും ശുഭകാര്യങ്ങൾ നടക്കുവാൻ ദൈവാനുഗ്രഹത്തേക്കാൾ ഉപരി പിതൃക്കളുടെ അനുഗ്രഹം ആവശ്യമാണ്. ആ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുവാൻ പോകുന്നത്. നമ്മൾ ദിവസേന രാവിലെ 11-നും 12-നും ഇടയ്ക്കുള്ള സമയത്ത് നമ്മളുടെ പിതൃക്കളെ സ്മരിക്കണം ദിവസം. പിന്നെ അമാവാസ്യ ദിവസം പിതൃക്കൾക്ക് എള്ളും ജലവും ചേർന്നിട്ടുള്ള പിതൃതർപ്പണവും ചെയ്യണം. ഇത് ഓരോ ഹിന്ദുവും ചെയ്യേണ്ടതാണ്, പക്ഷേ ചെയ്യുന്നില്ല ആരും. അപ്പോൾ ഇത് ഓരോരുത്തരിലും ഈ അവയർനെസ് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം, പ്രോഗ്രാമിലേക്ക്. ഇത് അച്ഛനില്ലാത്തവർ, അതായത് അച്ഛൻ മരണപ്പെട്ടിട്ടുള്ളവർ അച്ഛനെ നിത്യം സ്മരിക്കണം. അതേമാതിരി അമ്മയില്ലാത്തവർ അമ്മയെ സ്മരിക്കണം. പിന്നെ നമ്മളുടെ പിതാമഹൻ പിതാമഹി, പ്രപിതാമഹൻ പ്രപിതാമഹി, പിന്നെ അമ്മയുടെ സൈഡ് അമ്മയുടെ അച്ഛനമ്മ, അമ്മയുടെ പിതാമഹൻ പിതാമഹി, അമ്മയുടെ പ്രപിതാമഹൻ പ്രപിതാമഹി. ഇത്രയും ആൾക്കാരെ നമ്മൾ നിത്യം സ്മരിക്കണം. എങ്ങനെ സ്മരിക്കണം, എങ്ങനെ അവരെ ആദരിക്കണം പറഞ്ഞു തരാം. അച്ഛനില്ലാത്തവർ അച്ഛൻ്റെ പേര് പറഞ്ഞ് അവരെ സ്മരിക്കണം. ഉദാഹരണത്തിന് എൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ പറയാം. അപ്പോൾ ആ ഞാൻ പറയുന്ന പേരിന് പകരം അവരവരുടെ അച്ഛൻ്റെ പേര് അവിടെ പറയുക. അച്ഛനില്ലാത്തവർ സുബ്രഹ്മണ്യനാമധേയസ്യ വസുരൂപാൻ മമ പിതൃൻ സ്വദാ നമഃ. ഇതിനെ ഒരിക്കൽ പറഞ്ഞു, ഓരോരുത്തരും 3 പ്രാവശ്യമോ 6 പ്രാവശ്യമോ 9 പ്രാവശ്യമോ പറയണം. ഇനി അമ്മയില്ലാത്തവർ, എനിക്ക് അമ്മയില്ല, അമ്മയുടെ പേര് പറഞ്ഞ് പറയാം. അന്നപൂർണീനാംനീഹി വസുരൂപ മമ മാതൃൻ സ്വദാ നമഃ. ഇത് 9 പ്രാവശ്യം പറയാം, 3, 6, 9. ഇനി പിതാമഹൻ, അച്ഛൻ്റെ അച്ഛൻ. സൂര്യനാരായണ നാമധേയസ്യ മമ പിതാമഹാൻ സ്വദാ നമഃ. ഇനി പിതാമഹി, അച്ഛൻ്റെ അമ്മ. അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാത്രം. മീനാക്ഷി നാംനീഹി രുദ്രരൂപ മമ പിതാമഹീ സ്വദാ നമഃ. അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. സുബ്രഹ്മണ്യനാമധേയസ്യ ആദിത്യരൂപാൻ മമ പ്രപിതാമഹാൻ സ്വദാ നമഃ. ഇനി പ്രപിതാമഹി. ലക്ഷ്മീനാംനീഹി ആദിത്യരൂപ മമ പ്രപിതാമഹീ സ്വദാ നമഃ. ഇനി അമ്മയുടെ സൈഡ്, നമ്മുടെ അമ്മയുടെ അച്ഛൻ അമ്മ. ആദ്യം അച്ഛനെ പറയാം. അവരില്ലെങ്കിൽ, ജീവിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പാടില്ല, മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ. കൃഷ്ണൻ നാമധേയസ്യ വസുരൂപാൻ മമ മാതാമഹാൻ സ്വദാ നമഃ. മാതാമഹി. ലക്ഷ്മീനാംനീഹി വസുരൂപ മമ മാതാമഹീ സ്വദാ നമഃ.
അമ്മയുടെ മുത്തശ്ശൻ മുത്തശ്ശി. ഹരിഹരനാമധേയസ്യ രുദ്രരൂപാൻ മമ മാതു പിതാമഹാൻ സ്വദാ നമഃ. മാതുപിതാമഹേ മുത്തുലക്ഷ്മീനാംനീഃ രുദ്രരൂപാ മമ മാതുപിതാമഹീ സ്വദാ നമഃ. അമ്മയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, പ്രപിതാമഹൻ, പ്രപിതാമഹി. മഹാദേവനാമധേയസ്യ ആദിത്യരൂപാൻ മമ മാതു പ്രപിതാമഹാൻ സ്വദാ നമഃ. ലക്ഷ്മീനാംനീഃ ആദിത്യരൂപാ മമ മാതു പ്രപിതാമഹീ സ്വദാ നമഃ. ഇനി നമ്മളുടെ പിതൃക്കളിൽ അറിഞ്ഞവരും അറിയാത്തവരും, നമുക്കറിയാത്തവരാരെങ്കിലും ഉണ്ടാവും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജ്ഞാത അജ്ഞാത, അറിഞ്ഞവരും അറിയാത്തവരും. ജ്ഞാതാജ്ഞാത മമ വർഗദ്വയ പിതൃൻ സ്വദാ നമഃ. ഇത് 3, 6, 9 പ്രാവശ്യം പറയണം. ദിവസം രാവിലെ 11നും 12 ഇടയ്ക്ക് ഇത് പറഞ്ഞാൽ പിതൃക്കളുടെ അനുഗ്രഹം തീർച്ചയായും ലഭിക്കും. നമ്മളുടെ കുടുംബങ്ങളിൽ ശുഭകാര്യങ്ങൾ, അതായത് വിവാഹം തുടങ്ങിയവ, സന്താനപ്രാപ്തി, വേറെ ശുഭകാര്യങ്ങൾ നടക്കുവാൻ പിതൃക്കളുടെ അനുഗ്രഹം അത്യാവശ്യമാണ്. അമാവാസ്യ തോറും അവർക്ക് തർപ്പണവും ചെയ്യണം. തർപ്പണം ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിന് പറഞ്ഞു തരാം. ഇതെല്ലാം ഫ്രീ ആണ്, ഞാൻ അതിനൊന്നും പൈസ മേടിക്കില്ല, എല്ലാം ഫ്രീ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു സർവീസാണ്, നമ്മളുടെ ഹിന്ദുക്കൾക്കുള്ള ഒരു സേവനം, അതാണ് ഇതിലൂടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിളിക്കുക, താല്പര്യമുള്ളവർ ചെയ്യുക. പക്ഷേ ദിവസം ഇത് കമ്പൽസറി ആയിട്ട് ചെയ്യണം. അമാവാസ്യ തർപ്പണം ചെയ്താലേ കുടുംബത്തിൽ മോചനം ഉണ്ടാവുകയുള്ളൂ, നല്ല കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ വളരെ വളരെ അടുത്ത ബന്ധുക്കൾക്ക് ഇതിനെ അയച്ചു കൊടുക്കുക. അവരുടെ കുടുംബത്തിലും നല്ല കാര്യങ്ങൾ നടക്കണം, അവർക്കും പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കണം. എല്ലാവർക്കും നന്ദി. ഓം ശിവായ ശിവശക്തിയൈ നമഃ. എല്ലാവർക്കും നന്ദി.